പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇസ്രായേലിലെ രാജാവായ ശലോമോനും കാന്തയും തമ്മിലുള്ളതും ക്രിസ്തുവും സഭയുമായുള്ള ആത്മബന്ധത്തെയും കുറിച്ച് വിശദീകരിക്കുന്നതുമായ ബൈബിളിലെ അവസാനത്തെ കാവ്യഗ്രന്ഥവും കൂടിയായ ഉത്തമഗീതത്തെ കുറിച്ചാണ്. ബൈബിളിലെ 22ാമത്തെ പുസ്തകമാണ് ഉത്തമഗീതം. അധ്യായങ്ങൾ 8, വാക്യങ്ങൾ 117, ചോദ്യങ്ങൾ 13, ആജ്ഞകൾ 14. അനാത്മികരെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്തിലെ മറ്റേതൊരു പുസ്തകത്തെക്കാളും ഉപരിയായി ഉത്തമഗീതം അവർക്ക് ദുർഗ്രഹവും നിഗൂഢാർത്ഥം നിറഞ്ഞതുമാണ്. അതേസമയം ആത്മീകരെ സംബന്ധിച്ചിടത്തോളം നിർമ്മല സ്നേഹത്തിന്റെയും അതിവിശിഷ്ട സന്തോഷത്തിന്റെയും ഗ്രന്ഥമാണിത്. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം: ദൈവം എന്ന പദം ഒരിക്കൽ പോലും ഇല്ലാത്ത 2 പുസ്തകങ്ങൾ ഒന്നാണ് ഉത്തമഗീതം, മറ്റേത് എസ്തേറിന്റെ പുസ്തകവും. എന്നാൽ ഈ 2 പുസ്തകങ്ങളിലും സംഭവങ്ങളുടെ പിൻപിൽ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതായി മനസ്സിലാക്കാം. ധാരാളം അലങ്കാര പ്രയോഗങ്ങളും പൗരസ്ത്യ മാതൃകയിലുള്ള പ്രതിരൂപങ്ങളും നിറഞ്ഞ ഒരു പ്രേമഗാനമാണ് ഉത്തമഗീതം. ശലോമോൻ രാജാവും ഒരു ഇടയബാലികയും തമ്മിലുള്ള പ്രേമത്തെയും വിവാഹബന്ധത്തെയും ഇതിൽ ചിത്രീകരിക്കുന്നു. ക്രിസ്തീയ സഭയെ യേശുക്രിസ്തുവിന്റെ കാന്തയായി വിഭാവനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായി ഉത്തമഗീതത്തെ കരുതാം. അനേകം രംഗങ്ങളോടുകൂടിയ ഒരു ഏകാംഗ നാടകത്തിന്റെ പ്രതീതിയാണ് ഈ പുസ്തകത്തിനുള്ളത്. ശലോമോൻ രാജാവ് നായകനായും ശൂലേംകാരിയായ ഇടയബാലിക നായികയായും യെരൂശലേം പുത്രിമാർ തോഴിമാരായും ഗായക സംഘമായും അഭിനയിക്കുന്നു. എന്നാൽ ഇതിലെ പ്രതിപാദന ശൈലിയുടെ പ്രത്യേകത നിമിത്തം 30 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് ഉത്തമഗീതം പാരായണം ചെയ്യുവാനുള്ള അനുമതി യഹൂദ ശാസ്ത്രിമാരും പ്രമാണികളും നൽകിയിരുന്നില്ല. ഒറ്റനോട്ടത്തിൽ ഒരു പ്രേമഗാനമെന്ന തോന്നൽ വരുമെന്നതിനാൽ ഈ പുസ്തകത്തിന് കാനോനിൽ സ്ഥാനം കിട്ടിയത് AD 90 മാത്രമാണ്. ശലോമോൻ രാജാവ് രചിച്ച 1005 ഗീതങ്ങളെപ്പറ്റി 1 രാജാക്കന്മാർ 4:32 പറയുന്നുണ്ട്. അതിൽ ഉത്തമമായ ഗീതം എന്ന നിലയിൽ ഈ പുസ്തകത്തിന് ഉത്തമഗീതം എന്ന ശീർഷകം അന്വർത്ഥം തന്നെ. വികാരാത്മകമായ അനേകം ലഘുഗാനങ്ങൾ അടങ്ങിയതാണ് ഉത്തമഗീതം. സംഭവങ്ങളുടെ അന്യോന്യ ബന്ധത്തിലല്ല ഈ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. കഥയുടെ പൂർണ്ണരൂപം വ്യക്തമാകണമെങ്കിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന വിവിധ സംഭവങ്ങൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കണം. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം വിവാഹത്തിന്റെ വിശുദ്ധിയെ ചൂണ്ടിക്കാണിക്കുക, ആലങ്കാരികമായ ക്രിസ്തു കാന്തനും സഭ കാന്തയുമാണെന്ന് വെളിപ്പെടുത്തുക. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ പരമ്പരാഗത വിശ്വാസം അനുസരിച്ചും ആഭ്യന്തര തെളിവുകൾ അനുസരിച്ചും ശലോമോൻ തന്നെയാണ് ഇതിന്റെ ഗ്രന്ഥകാരൻ. ഈ പുസ്തകം എഴുതിയ കാലം ശലോമോന്റെ ഭരണകാലത്തിന്റെ ആരംഭത്തിൽ BC 965. എഴുതിയ സ്ഥലം യെരൂശലേമിൽ വച്ച്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ക്രൂസ് മീഡിയ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.